കാസർഗോഡ് കടൽക്ഷോഭം രൂക്ഷം. ഉദുമ ജന്മക്കടപ്പുറത്ത് 50ഓളം വീടുകൾ അപകടാവസ്ഥയിലാണ്. പ്രതിഷേധവുമായി തീരദേശവാസികൾ രംഗത്തെത്തി. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അരുൺ പൂപ്പറമ്പ് നൽകും വിശദാംശങ്ങൾ. അരുൺ, മലബാറിലൊക്കെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യം, അതിനൊപ്പം തന്നെ ഈ കടൽക്ഷോഭം, അത് പേടിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? കളക്ടർ വരണമെന്നാണ് അവരുടെ ആവശ്യം. അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടല്ലോ. റോഷ്നി, ഞാനിപ്പോൾ ഉള്ളത് ഉദുമ ജന്മ കടപ്പുറത്താണ്. ഇവിടെ കടൽക്ഷോഭം അതിരൂക്ഷമാണ്. ശക്തമായ മഴയെ തുടർന്ന് അതിരൂക്ഷമായിട്ടുള്ള കടൽക്ഷോഭമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കതിന്റെ ദൃശ്യത്തിലേക്ക് പോയാൽ ഇതിനകം തന്നെ 500 മീറ്ററിലധികം കടലെടുത്തു കഴിഞ്ഞു. നിരവധി തെങ്ങുകൾ ഉൾപ്പെടെ കടപുഴകി വീണിട്ടാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 50ഓളം വീടുകൾ അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ ഈ തിരയടിക്കുന്ന ഭാഗത്ത് നിന്നും തൊട്ടടുത്ത് വീടുകളാണ്. ആ വീട്ടിലുള്ളവർ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് തന്നെ ആ കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഇവിടെ അടിയന്തരമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാകണം. നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ആ രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ ഇല്ല എന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ ജില്ലാ കളക്ടർ ഇവിടെ നേരിട്ട് വന്ന് കാര്യങ്ങൾ വിലയിരുത്തും. ചേച്ചിന്റെ വീട് ഇവിടെ അടുത്താണോ? വലിയ അപകടാവസ്ഥ എന്താണ് നിങ്ങളെല്ലാം? കടൽ നമ്മുടെ വീടിന്റെ ബാക്കിലേക്ക് തന്നെ എത്തി. ഇപ്പൊ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ്. എങ്ങനെ എന്ന് പറയാൻ പറ്റൂലല്ലോ. രാത്രിയെല്ലാം കിടന്നുറങ്ങാൻ തന്നെ പേടിയാണ് ഇപ്പൊ. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആയിരുന്നു. തൊട്ടടുത്ത് കടലെത്തി. ചേച്ചിന്റെ വീട് ഇവിടെ തൊട്ടടുത്താണോ? തൊട്ടടുത്താണ്. നമ്മുടെ വീട്ടിന്റെ ബാക്കിൽ തന്നെ എത്തിയിട്ട് അവിടെ ചാക്കിട്ടിട്ടുണ്ട്. അതൊരു പ്രയോജനം ഇല്ല. ഇപ്പൊ ചാക്കിന്റെ മേലെ കൂടിയിട്ട് വരുന്നുണ്ട്. ഞാൻ ഇപ്പോ ഒരല്പം കൂടി വന്നു കഴിഞ്ഞാൽ വീട് പോവും. കിടന്നുറങ്ങാൻ തന്നെ പേടിയാണ്. പിന്നെ 2 വയസ്സന്മാരുണ്ട്, അവരും കൊണ്ട് ഇവിടെ ഇങ്ങനെ പോലെ അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പൊ നിരവധി കുടുംബങ്ങൾ, കുറേ വീടുണ്ട് ഇവിടെ. ഇവർ പറയുന്ന പോലെ തന്നെ 50ലധികം കുടുംബങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ അപകട ഭീഷണിയിൽ കഴിയുന്നത്. ജില്ലാ കളക്ടർ ഇവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഉദുമ MLA കെ നീലകണ്ഠൻ ഇവിടെയുണ്ട്. വലിയ പ്രതിസന്ധിയാണ് അവർ തീരദേശവാസികൾ പറയുന്നത്. ഇനി ഒരല്പം കൂടി കടൽ വന്നു കഴിഞ്ഞാൽ വീടുകൾ ഉൾപ്പെടെ അപകടാവസ്ഥയിലാണ്. അല്ല, ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് രാവിലെ സംസാരിച്ചു. അതിന് പരിഹാരം കാണാൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശാശ്വതമായൊരു പരിഹാരം കാണും. എന്താ ഈ കല്ലിട്ട് ഗുണം ചെയ്യില്ല. അതിന് എറണാകുളത്ത് ചെല്ലാൻ സ്ഥാപിച്ച പോലെ ഈ ടെട്രാപോഡ് എന്ന് അങ്ങനെ സ്ഥാപിച്ചാൽ മാത്രമേ ഇത് പിടിച്ചെടുക്കാൻ പറ്റൂ. ഇപ്പോൾ മഴക്കാലമാണ്. ഇനിയിപ്പോൾ അത്തരം നിർമ്മാണങ്ങൾ കാലത്ത് പറ്റില്ല. തൽക്കാലം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അതാണ് കളക്ടർ കൂടി നേരിട്ട് വരുന്നത്. തൽക്കാലം ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കളക്ടർ നേരിട്ട് വരാം എന്ന് അറിയിച്ചു. നേരത്തെ അറിയിച്ചിട്ടുണ്ട്. കളക്ടർ വന്ന് പരിഹാരം ഉണ്ടാക്കും. കളക്ടർ നേരിട്ട് ഇവിടെ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി എത്താം എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, നിരവധി ആൾക്കാരാണ് ഇവിടെ ഈ തീരദേശവാസികൾ, മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കളക്ടർ അല്പസമയത്തിനകം ഇവിടെ എത്താം എന്ന് ഇവിടെ ജനപ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം വേണം. നിരവധി കുടുംബങ്ങൾ, അവർക്ക് ഇപ്പോൾ അവർ സംസാരിച്ച പോലെ തന്നെ അവർക്ക് രാത്രി കിടന്നുറങ്ങാൻ പോലും ഭയമാണ്. ഇനി അല്പം കൂടി കടലെടുത്തു കഴിഞ്ഞാൽ വലിയ അവരുടെ വീടുകൾ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. കഴിഞ്ഞ വർഷവും ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം കടൽ ക്ഷോഭത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പരിഹാര മാർഗങ്ങളൊന്നും അല്ലെങ്കിൽ അത്തരം നടപടികൾ ഉണ്ടായില്ല എന്ന പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. അല്പസമയത്തിനകം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇവിടെ എത്തും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. റോഷ്നി, ശരി, ഒരു പരിഹാരം വളരെ വേഗത്തിൽ തന്നെ വേണ്ടതാണ്. കാരണം ഉദുമയിലാണ് ഇങ്ങനെ കടൽക്ഷോഭം. അവിടെ ജന്മക്കടപ്പുറത്ത് 50ഓളം വീടുകൾ അപകടാവസ്ഥയിലാണ്. പ്രദേശവാസികളെല്ലാം പ്രതികരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ജനപ്രതിനിധിയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്പസമയത്തിനകം തന്നെ കളക്ടർ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ.